ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അനൂസിൻ്റെ സ്കൂളിലാണ് കേട്ടോ. നമ്മുടെ കൊടുവള്ളി GMLP സ്കൂളിലാണ് അനൂസ് പഠിക്കുന്നത്. അപ്പോൾ അനു രാവിലെ സാധാരണ സ്കൂളിൽ വരുന്ന ഒരു ടൈമിൽ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാം രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവിടുന്ന സമയത്തും ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഫുഡിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴേക്ക് ഏകദേശം 11:30-12 മണിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നിപ്പം നല്ല മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴയുണ്ടായിരുന്നു. പിന്നെ ഓട്ടോയിൽ വന്നതുകൊണ്ട് കുടയൊന്നും എടുക്കാതെ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതാ അനുവിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. പൂക്കളൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ഇക്കൂട്ടത്തിൽ. നമ്മളെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും കൊണ്ടുവന്ന ഓരോ ഐറ്റംസും നമ്മൾ ഏതാണെന്ന് നോക്കിയിട്ടൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. എനിക്ക് കിട്ടിയത് അവിയലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ അവിയലൊക്കെ റെഡിയാക്കി വെച്ചു. ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നത് 11:30 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുവരാനുള്ള അവിയലും അതുപോലെ വാഴയിലേക്കായിട്ടാണ് വന്നത്. ഇത് അനൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ഇവിൻ. ആളെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിൻ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അനൂസ് ഫ്രണ്ട്സും കൂടെ എടുത്ത സെൽഫിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. രാവിലെ കുട്ടികൾക്കുള്ള മത്സര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം അതൊക്കെ കുറേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പൂക്കളിടുന്ന സമയത്തൊന്നും ഞാൻ വന്നിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് 12:30 ആകുമ്പോഴേക്ക് തന്നെ ഫുഡിനുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയെല്ലാം എടുത്തു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഡെസ്കിൽ പേപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സദ്യയുടെ ഐറ്റംസായ ചോറ്, സാമ്പാർ, അതുപോലെ അവിയൽ, കൂട്ടുകറി, പപ്പടം, അച്ചാർ, ഉപ്പേരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. പപ്പടവും പായസവും അടക്കം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇലയിട്ട ശേഷം വിളമ്പുന്ന സെക്ഷനാണ്. അപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും വിളമ്പി കൊടുക്കുകയാണ്. ഈ ഒരു ഓണസദ്യ കൊടുക്കുന്നത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ഫുഡ് അവരെ ക്ലാസ്സിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ്. പല സ്കൂളുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു രീതി ആയതുകൊണ്ട് ആ സമയത്ത് ഉണ്ടാവുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല നീറ്റായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യവും കൂടെയാണ്. എല്ലാ ക്ലാസ്സിലെയും പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലും സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, ഉപ്പേരി, പുളിയിഞ്ചി, അതുപോലെ പച്ചടി, അച്ചാർ, പായസം, പപ്പടം, പഴം, രസം അടക്കം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമാണല്ലോ ഈ ഓണാഘോഷം, ഓണസദ്യ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അനുവിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മുടെ കൊടുവള്ളിയുടെ വാനമ്പാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ആരുമല്ല, ജിയ ആണ്. ജിയമോളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജിയമോളെ അനിയത്തിക്കുട്ടിയും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആരാണ് ജിയ എന്ന് ചോദിച്ചാൽ നല്ലൊരു കുഞ്ഞു പാട്ടുകാരിയാണ് കേട്ടോ. കുറേ പേർക്കൊക്കെ ജിയക്കുട്ടീനെ അറിയായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ജിയക്കുട്ടീൻ്റെ അനിയത്തിയാണ് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത്. ജിയക്കുട്ടീൻ്റെ ഉമ്മയാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജിയമോൾ ഒരു പാട്ട് പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ സദ്യ കഴിക്കുന്നതായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് രക്ഷിതാക്കളും അതുപോലെ ടീച്ചറും ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വിളമ്പി വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഈ സദ്യയുടെയും പൂക്കളത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഓണപ്പൂക്കളം ഇടുന്നതും ഓണക്കളികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു സമയത്തൊരു വല്ലാത്തൊരു നമ്മുടെ സ്കൂൾ കാലഘട്ടവും കാര്യങ്ങളൊക്കെ ഓർത്ത് പോകുന്ന ഒരു സമയവും കൂടെയാണ്. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഓണാഘോഷത്തിൻ്റെ അതേ ഫീല് തന്നെയാണ് നമ്മുടെ മക്കളും ഇതുപോലെ സ്കൂളിൽ പോയിട്ട് ഓണാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴും അതിൽ പങ്കാളിയാവുമ്പോഴും തോന്നുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ ജിയമോളുടെ പാട്ട് കേട്ടാലോ.
അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരുടെയും സദ്യ കഴിക്കൽ കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒരു സെൽഫിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഏതായാലും നമ്മുടെ കൊടുവള്ളി GMLP സ്കൂളിലെ 3 ബിയിലെ കുട്ടികളെ കൊണ്ട് ഒരു കുഞ്ഞു പാട്ട് പഠിപ്പിച്ചാൽ അത് നമുക്ക് ഓണപ്പാട്ട് മതിയില്ലേ? വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചെറിയൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ പാടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ രക്ഷിതാക്കൾക്കുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ കാരണം അപ്പം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിലെ പൂക്കളം ഇപ്പോൾ കാണിച്ചതാണ്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ കൊടുവള്ളി സ്കൂളിലെ ഓണാഘോഷം ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് ഈ അനൂസിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.